വീടുകളിൽ കാണപ്പെടുന്ന പറക്കുന്ന ഷഡ്പദങ്ങളിൽ ഏറ്റവും സാധാരണയായ പ്രാണിയാണ് ഈച്ച. ഇതുകൂടാതെ തേനീച്ച, മണിയനീച്ച എന്നിങ്ങനെ വിവിധ തരം ഈച്ചകളുണ്ട്. ശവത്തിൽ പോലും മുട്ടയിട്ട് പെറ്റുപെരുകുന്ന ഇനം ഈച്ചകളുണ്ട്. ഈച്ചകളാണ് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പരത്തുന്ന പരാതവും. ഇംഗ്ലീഷിൽ ഹൗസ് ഫ്ലൈ എന്ന് വിളിക്കപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ഈച്ചനിയന്ത്രണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചാൽ ഈച്ചകളെ പാടെ നിയന്ത്രിക്കാം. ഇവയുടെ പ്രത്യുത്പാദനം അഴുകുന്ന ജൈവവസ്തുക്കളിൽ ആണ്, ഡീകമ്പോസിംഗ് ഓർഗാനിക് മെറ്റീരിയൽസ്. സാനിറ്ററി കക്കൂസുകളുടെ ഉപയോഗവും നല്ല മാലിന്യ സംസ്കരണ രീതികളും ഈച്ചയുടെ വർധന തടയും. ആഹാരസാധനങ്ങൾ മൂടിവയ്ക്കുക വഴി ഈച്ചശല്യം ഒരു പരിധിവരെ ഒഴിവാക്കാം. കർപ്പൂരം വെളിച്ചെണ്ണയിൽ ചാലിച്ച് ചെറിയൊരു പാത്രത്തിലാക്കി ഈച്ച ശല്യമുള്ളയിടത്തു വച്ചാൽ ആ പരിസരത്ത് ഈച്ച വരില്ല. കീടനാശിനികളും ഇപ്പോൾ ലഭ്യമാണ്. ഡി. ബി. എച്ച്. സി. ഡയൽറിൽ, ക്ലോഡൈൻ, ഡയാസിനോൺ തുടങ്ങിയ കീടനാശിനികൾ ഉപയോഗിച്ച് ഈച്ചകളെ നിയന്ത്രിക്കാം. പക്ഷേ മിക്ക കീടനാശിനികൾക്കുമെതിരെ ആ സ്ഥലത്തെ മോശപ്പെട്ട മാലിന്യ സംസ്കരണത്തെയും ജനങ്ങളുടെ ശുചിത്വരാഹിത്യത്തെയും ആണ് സൂചിപ്പിക്കുന്നത്. അതുവഴി രോഗവ്യാപനത്തിനുള്ള വർദ്ധിച്ച സാധ്യതയും. ഈച്ചകളോടുള്ള അമിതമായ ഭയത്തിന് പറയുന്ന പേരാണ് എപ്പിഫോബിയ. വെള്ളത്തിൽ കൂടിയും ആഹാരപദാർത്ഥങ്ങളിൽ കൂടിയും പകരുന്ന വിവിധയിനം രോഗങ്ങളുടെ അണുക്കളെ വ്യാപിപ്പിക്കുന്നതിൽ വളരെ വലിയ പങ്ക് ഈച്ചകൾക്കുണ്ട്. വയറിളക്കം, പിള്ളവാതം, ടൈഫോയിഡ്, അതിസാരം, കോളർ, വയറുകടി, മഞ്ഞപ്പിത്തം, ആന്ത്രാക്സ്, ക്ഷയം, കഞ്ചങ്ക്റ്റീവൈറ്റിസ്, കണ്ണുരോഗം എന്നിവയുടെ രോഗാണുക്കൾ, ചില വിരകളുടെ മുട്ടകൾ എന്നിവ ഈച്ചകൾ വഴിയാണ് വ്യാപിക്കുന്നത്. നിരുപദ്രവികളെന്ന് ഒരു കാലത്ത് കണക്കാക്കിയിരുന്ന ഈച്ചകൾക്ക് രോഗം പകർത്തുന്നതിൽ പങ്കുണ്ടെന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞത് സൂക്ഷ്മദർശിയുടെ ആവിർഭാവത്തോടെയാണ്. ഈച്ചയുടെ ശരീരവും കാലുകളും രോമാവൃതമാണ്. കാലിന്റെ അഗ്രത്തുള്ള ഉരുണ്ട മൃദുവസ്തുവും അതിനു നടുവിലുള്ള പൊള്ള ആയ രോമവും അതിനോട് ബന്ധപ്പെട്ടു കാണുന്ന ഒട്ടുന്ന ഒരു ദ്രാവകവും രോഗാണുക്കളെ യാന്ത്രികമായി പരത്താൻ സഹായിക്കുന്നു. ഈച്ച ആഹാരസാധനങ്ങളിൽ രോഗാണുക്കളുമായി വന്നിരിക്കുകയും അവയെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഈച്ചയുടെ ഛർദ്ദിവിസർജ്യങ്ങളിലൂടെയും രോഗവ്യാപനം സാധാരണമാണ്. ഇവയ്ക്ക് രോഗാണുക്കളെ വ്യാപിപ്പിക്കുന്നതിനുള്ള കഴിവിനെപ്പറ്റി നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു സംഘം ഗവേഷകർ 8 ഈച്ചകളെ പിടിച്ച് അവയിൽ രോഗാണുക്കളെ പ്രവേശിപ്പിച്ച ശേഷം രോഗാണു വിമുക്തമായ ആഹാരപദാർത്ഥത്തിലേക്ക് വിട്ടു. 15 മിനിറ്റിനുള്ളിൽ 7000 രോഗാണുക്കൾ ആഹാരപദാർത്ഥത്തിൽ നിന്നും ലഭ്യമായി. 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സംഖ്യ 35 ലക്ഷമായി ഉയർന്നു. ഈച്ചകൾ അവയുടെ കാലുകൾ വഴി മാത്രമല്ല രോഗാണുക്കളെ പരത്തുന്നത്. ആഹാരപദാർത്ഥങ്ങൾ ശേഖരിക്കുന്ന ഒരു സഞ്ചി മിക്ക ഈച്ചകളുടെ ശരീരത്തിലും കാണാറുണ്ട്. വായ്ക്കടുത്തുള്ള ഈ സഞ്ചിയിൽ നിന്ന് പിന്നീട് ആഹാരപദാർത്ഥത്തെ ഉദരത്തിലേക്ക് മാറ്റുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ എനാബിൾ ചെയ്യൂ. See you.